ഇപ്പോൾ 10,000 റുപ്പീസ് എന്ന് പറയുന്ന പ്രൈസ് സെഗ്മെന്റിൽ നമുക്ക് മേടിക്കാൻ പറ്റിയ 5 കിടിലം ഫോൺസ് ആണ്. ഇതിൽ ഗെയിമിംഗ് പെർഫോമൻസ് ഉള്ള ഫോൺ പറയുന്നുണ്ട്, ആൻഡ് സൂപ്പർ ആംലോ ഡിസ്പ്ലേ തരുന്ന ഒരു ഫോൺ പറയുന്നുണ്ട്, ആൻഡ് നോക്കുകയാണെങ്കിൽ ക്യാമറ പെർഫോമൻസിന് വരെ ഞാൻ ഫോൺസ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്ന 5 ഫോൺസും അത്യാവശ്യം നല്ലതാണ്. അതിൽ പർപ്പസ് നോക്കി മാത്രം ഫോൺസ് പർച്ചേസ് ചെയ്യുക. അപ്പോൾ ദിസ് ഇസ് ഫോൺ മോസ്. ഇതാണ് 15,000 റുപ്പീസിനകത്തുള്ള ബെസ്റ്റ് ഫോൺസ്. അപ്പോൾ 5ാമത്തെ ഫോൺ എന്ന് പറയുന്നത് ടെക്നോ പോപ്പ് 9 5G എന്ന് പറയുന്ന ഡിവൈസ് ആണ്. ആൻഡ് ഡയമണ്ട്സിറ്റി 9300 ചിപ്സെറ്റ് കൊടുത്തിട്ടുണ്ട്, 48 മെഗാ പിക്സലിന്റെ ക്യാമറ കൊടുത്തിട്ടുണ്ട്, ആൻഡ് അത്യാവശ്യം നല്ലൊരു പഞ്ച് ഹോൾ ഡിസ്പ്ലേയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ നോക്കാൻ പറ്റിയ ഒരു നല്ല ഡീസന്റ് ഫോണാണ്. അണ്ടർ 10,000 റുപ്പീസ് നമുക്ക് ഈ ഒരു ഫോൺ മേടിക്കാൻ പറ്റും. ആ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വളരെ നോർമൽ യൂസേഴ്സിനൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഫോണാണ്. പിന്നെ ഡയമണ്ട്സിറ്റി 9300 ആയതുകൊണ്ട് അത്യാവശ്യം ഡീസന്റ് ലെവലുള്ള ഗെയിമിംഗ് ഒക്കെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല പെർഫോമൻസും ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഓഫർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ NFC കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ NFC കൊടുക്കുന്ന ഏക ഡിവൈസ് നമ്മുടെ ടെക്നോ പോപ്പ് 9 ആണ്. അപ്പോൾ NFC വേണമെങ്കിൽ ഈ ഒരു ഫോൺ തീർച്ചയായും ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ പറ്റിയതാണ്. അത്യാവശ്യം നല്ലൊരു ഡിവൈസ് ആണ്. അണ്ടർ 10,000 റുപ്പീസ് റെക്കമെൻഡഡ് ഡിവൈസ് ആണ്. പിന്നെ ഇതിന്റെ പ്രൈസിംഗ് നോക്കുകയാണെങ്കിൽ 4GB RAM 128GB പ്രൈസിംഗ് ആണ് 9,999 റുപ്പീസ്. അപ്പോൾ ആ ഒരു പ്രൈസിന് വളരെ നല്ലൊരു ഡിവൈസ് തന്നെയാണ്. പിന്നെ ടെക്നോ അല്ലെങ്കിൽ ഇൻഫിനിക്സ് ഡിവൈസ് ഒക്കെ മേടിക്കാൻ പോകുന്നുണ്ടെങ്കിൽ വീടിന്റെ ഒരു 20 കിലോമീറ്റർ റേഡിയസിനകത്ത് തന്നെ സർവീസ് സെന്റർ ഉണ്ടോ ഇല്ലെന്നൊന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് മാത്രം ഈ ഡിവൈസുകളൊക്കെ പർച്ചേസ് ചെയ്യുക. പിന്നെ എൻ്റെ കയ്യിൽ 10,000 റുപ്പീസിനകത്താണ് ബഡ്ജറ്റ് ഉള്ളത്. എനിക്കൊരു ഗെയിമിംഗ് ഫോൺ വേണമെങ്കിൽ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു കിടിൽ ഓപ്ഷനാണ് പോക്കോന്റെ M6 Pro. ഇപ്പോൾ പോക്കോന്റെ M6 Pro നോക്കുകയാണെങ്കിൽ അണ്ടർ 10,000 റുപ്പീസ് ആണ് പ്രൈസിംഗ് വരുന്നത്. ആ ഒരു പ്രൈസിംഗിന് കിടിലം പെർഫോമൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗന്റെ 4th Gen 2 ആണ്. അത്യാവശ്യം നല്ല കിടിലം പെർഫോമൻസ് ഓഫർ ചെയ്യും ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ. പിന്നെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ ഫുൾ HD+ റെസൊല്യൂഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ആണ്. പിന്നെ അത്യാവശ്യം നല്ല സൈസ് ഉള്ള ഒരു ഡിസ്പ്ലേ കൂടിയാണ്. IPS LCD തന്നെയാണ് ഈ ഡിവൈസുകളെല്ലാം കിട്ടുന്നത്. കാരണം 10,000 റുപ്പീസിൽ ഇതിൽ കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഒരു ഡിവൈസിന് AMOLED ഉണ്ട്, അത് എന്തായാലും വീഡിയോ ലാസ്റ്റ് പറയുന്നതായിരിക്കും. പഞ്ച് ഹോൾ കട്ടൗട്ട് ആണ് ഫ്രണ്ട് സെൽഫി ക്യാമറയ്ക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ പെർഫോമൻസ് നല്ലതാണ്. ബാറ്ററി നോക്കുകയാണെങ്കിൽ 5000 mAh കൊടുത്തിട്ടുണ്ട്. പിന്നെ 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഗെയിമിംഗ് പെർഫോമൻസ് ഉള്ള ഒരു ഫോൺ വേണം, 10,000 റുപ്പീസ് ആണ് ബഡ്ജറ്റ് എങ്കിൽ ഈ ഒരു ഫോൺ തീർച്ചയായും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതിന്റെ 4GB RAM 128GB പ്രൈസിംഗ് ആണ് 9,500 റുപ്പീസ്. അപ്പോൾ ആ ഒരു പ്രൈസിംഗിന് വളരെ നല്ലൊരു ഡിവൈസ് ആണ്. പിന്നെ ഇതിന്റെയൊക്കെ പ്രൈസിംഗ് എപ്പോഴും മാറിയും തിരിഞ്ഞൊക്കെ ഇരിക്കും. അതുകൊണ്ട് തന്നെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫോണാണ് iQOOന്റെ C9 Lite. iQOOന്റെ C9 Liteൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്നാൽ അത്യാവശ്യം നോർമൽ യൂസ് ആണെങ്കിൽ ഇതും വളരെ നല്ലൊരു ഡിവൈസ് ആണ്. അപ്പോൾ iQOOന്റെ ഡിവൈസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിവൈസ് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഇതൊരു ബെസ്റ്റ് പെർഫോമിംഗ് ഡിവൈസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഇത് അത്രമാത്രം കിടിലം പെർഫോമൻസ് ഒന്നും അല്ല. എന്നാൽ ഒരു നോർമൽ യൂസറിന് അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഡിവൈസ് ആണ് iQOO C9 Lite എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ IPS LCD ആണ്. പഞ്ച് ഹോൾ കട്ടൗട്ട് ഒന്നും ഇവിടെ കിട്ടുന്നില്ല. ഒരു U notch ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ഫുൾ HD റെസൊല്യൂഷനും നമുക്ക് ഇവിടെ കിട്ടാൻ പോകുന്നില്ല. പിന്നെ ഈ ഒരു ഫോണിന്റെ ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ ഡയമണ്ട്സിറ്റിയുടെ 6300 ആണ്. അപ്പോൾ അത്യാവശ്യം ഡീസന്റ് പെർഫോമൻസ് ഒക്കെ നമുക്ക് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ കിട്ടും. പിന്നെ ക്യാമറാസ് നോക്കുകയാണെങ്കിൽ 50 മെഗാ പിക്സൽ പ്ലസ് 2 മെഗാ പിക്സൽ ഒക്കെയാണ്. അതിനെ പറ്റിയൊന്നും ഒരുപാട് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു നോർമൽ ഡിവൈസ് വേണമെങ്കിൽ നമുക്ക് iQOOന്റെ ഡിവൈസ് വേണമെന്നുണ്ടെങ്കിൽ നോക്കാൻ പറ്റിയ ഒരു കിടിലം ഫോൺ തന്നെയാണ് iQOO C9 Lite. അപ്പോൾ ഇതിന്റെ പ്രൈസിംഗ് നോക്കുകയാണെങ്കിൽ ലേശം കൂടുതലാണ്. ഇതിന്റെ 4GB RAM 128GB പ്രൈസിംഗ് ആണ് 10,500 റുപ്പീസ്. ആ ഒരു പ്രൈസിംഗിന് വളരെ നോർമൽ ഡിവൈസ് ആണ്. ഒരുപാടൊന്നും എക്സ്പെക്ട് ചെയ്യല്ലേ. പക്ഷേ നോർമൽ കോളിംഗ്, വാട്സപ്പ് യൂസ് ചെയ്യുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ആണെങ്കിൽ ഈ ഒരു ഫോൺ ഒരു ഓക്കെ ഫോണാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഹയർ വേരിയന്റ് ഒക്കെ ഉണ്ട്, അതും വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കാമെന്നാണ്. എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് മോട്ടോറോളയുടെ G45. G45 ഈ പ്രൈസ് സെഗ്മെന്റിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് ഡിവൈസ് ആണ്. സ്നാപ്ഡ്രാഗന്റെ 6S Gen 3 കിട്ടുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഫോണും നേരത്തെ പറഞ്ഞ പോക്കോന്റെ പെർഫോമൻസും എക്സാക്ട്ലി സെയിം ആണ്. കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് എന്തായാലും നമുക്ക് ഈ ഒരു മോട്ടോറോളയിൽ കിട്ടുന്നുണ്ട്. പിന്നെ മോട്ടോറോള ആയതുകൊണ്ട് തന്നെ കുറച്ച് ബ്ലോട്ട്വെയറും കുറച്ച് ആഡ്സും സഹിച്ചാൽ മതി. ഒരുപാടൊന്നും ബ്ലോട്ട്വെയറും ആഡ്സ് ഒന്നും ഫില്ല് ചെയ്തിട്ടില്ല. എന്നാൽ മോസ്റ്റ്ലി ക്ലീൻ ആണ്. ഒരു 5-10 മിനിറ്റ് നമുക്ക് ഈ ഒരു ഫോൺ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ക്ലീൻ എക്സ്പീരിയൻസ് സെറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ ഒരു ഫോണിന്റെ മെയിൻ ഹൈലൈറ്റ് പെർഫോമൻസ് മാത്രമല്ല, നല്ല ക്യാമറാസും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ക്യാമറ പെർഫോമൻസും ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഓഫർ ചെയ്യുന്നുണ്ട്. 50 മെഗാ പിക്സലിന്റെ സെൻസർ ആണ്, പക്ഷെ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട്. ഫ്രണ്ട് ക്യാമറ 16 മെഗാ പിക്സൽ ആണ്. അതിന്റെ പെർഫോമൻസും ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ വീഗൻ ലെതറിന്റെ ബാക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന്റെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത്. 6.5 ഇഞ്ചിന്റെ ഒരു IPS LCD ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേയിൽ HD+ റെസൊല്യൂഷൻ ആണ്. ആൻഡ് ഇതിന്റെ പ്രൈസും ഒട്ടും കുറവല്ല. ഇതിന്റെ ബേസ് വേരിയന്റ് ആയിട്ടുള്ള 4GB RAM 128ന്റെ പ്രൈസ് ആണ് 19,999 രൂപയാണ്. ആ ഒരു പ്രൈസ് ലേശം കൂടുതലാണ്. കാരണം ഫുൾ HD+ റെസൊല്യൂഷനും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് ഡിവൈസ് ആയിരുന്നു തന്നെ. എന്തായാലും ഈ ഒരു ഫോണിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതിനും ഹയർ വേരിയൻസ് ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് ബേസ് വേരിയന്റ് ആണ്. ആൻഡ് അടുത്ത ഫോണാണ് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ മേടിക്കാൻ പറ്റിയ സൂപ്പർ AMOLED ഡിസ്പ്ലേ വരുന്ന ഒരു ഫോൺ. അതാണ് സാംസങ് ഗാലക്സി M15. ഇതിൽ നോക്കുകയാണെങ്കിൽ
ചാർജർ കിട്ടത്തില്ല, പക്ഷേ 6000 mAh ബാറ്ററി ഇടുന്നുണ്ട്, സൂപ്പർ ആംലോഡ് ഡിസ്പ്ലേ ഇടുന്നുണ്ട്, നല്ലൊരു ക്യാമറ ഇടുന്നുണ്ട്. പിന്നെ ഈ ഒരു സൂപ്പർ ആംലോഡ് ഡിസ്പ്ലേ പഞ്ചോൾ ക്യാമറ എന്നല്ല, യൂനോച്ച് ആണ്. അത് മാത്രമാണ് ഇതിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇതിന്റെ പ്രൈസും 11,000 rupees ആണ്. ആൻഡ് ഇതിന്റെ ബേസ് വേരിയന്റ് ആയിട്ട് വരുന്നത് 4GB RAM 128 ആണ്. ആൻഡ് ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും നമ്മുടെ ബാക്കിയുള്ള വീഡിയോസ് കൂടെ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ദിസ് ഈസ് ഫോൺ മോസ്. അടുത്ത വീഡിയോ കാണാം. ബൈ.